മുഖ്യമന്ത്രിയും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ഫോട്ടോ. ആ ഫോട്ടോ പങ്കുവച്ചതിന് പിന്നാലെ പൊല്ലാപ്പിലായത് KPCC രാഷ്ട്രീയ സമിതി അംഗം എൻ സുബ്രഹ്മണ്യനാണ്. അദ്ദേഹത്തിനെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കുകയും ആദ്യഘട്ടത്തിൽ മൊഴിയടക്കമെടുത്ത് അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. ഇന്ന് വീണ്ടും ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ എൻ സുബ്രഹ്മണ്യനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണിക്കാണ് ഹാജരാവാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും ഒരു ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിച്ചിരിക്കുകയാണ്. പോലീസിന് മുമ്പിൽ ഹാജരാകുമെന്ന് ഇന്ന് ഏതാണ്ട് 10:30 മണിയോടുകൂടി ഞാൻ ചേവായൂർ പോലീസിന് മുമ്പിൽ ഹാജരാകും. എനിക്ക് ചില കാര്യങ്ങളിൽ പോലീസിൽ നിന്ന് വ്യക്തത കിട്ടണം. ഒന്ന്, ബെയിലബിളായ ഒരു ഒഫൻസിന് എന്തിനാണ് എൻ്റെ വീട്ടിൽ അതിരാവിലെ വന്ന് എന്നെ പ്രാതൽ പോലും കഴിക്കാൻ അനുവദിക്കാതെ, മരുന്ന് കഴിക്കാതെ എന്നെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് കൊണ്ടുപോയത്? ഒന്ന്. രണ്ട്, FIR നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ബെയിലബിൾ ആയ ഒരു കേസിൽ, IT ആക്ട് പ്രകാരം എടുക്കാത്തൊരു കേസിൽ എന്തിനാണ് എൻ്റെ ഫോണ് പോലീസ് പിടിച്ചു വാങ്ങിയത്? ആർക്ക് വേണ്ടിയാണ് പോലീസ് ഈ ഗുണ്ടാപ്പണി ചെയ്യുന്നത്? ആ കാര്യങ്ങളിലൊക്കെ പോലീസ് ചില വ്യക്തത എന്നോട് പറയേണ്ടതുണ്ട്. എനിക്ക് ചില ക്ലാരിറ്റി കിട്ടേണ്ടതുണ്ട്. അതിനുശേഷമാണ് ഞാൻ എന്ത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് തീരുമാനിക്കുക. ആ കാര്യം പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചറിയാനാണ് ഞാനിന്ന് പോകുന്നത്. എൻ്റെ മുഖ്യ ലക്ഷ്യം അതാണ്. താങ്കളുടെ മൊബൈൽ ഫോൺ അടക്കം കഴിഞ്ഞ ദിവസം അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ആ മൊബൈൽ ഫോണിൽ താങ്കൾ പങ്കുവച്ച ദൃശ്യമടക്കം അതടക്കം, അപ്പോൾ അതൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് ഇന്ന് വീണ്ടും ഒരു ചോദ്യം. ആകട്ടെ, ചോദിക്കട്ടെ പോലീസ്. പക്ഷേ ഇങ്ങനെ ആ കേസിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലോ. കലാപാഹ്വാനല്ലേ കേസിന് ആധാരമായ കാര്യം. കേരളത്തിൽ എവിടെയും കലാപം നടന്നിട്ടില്ലോ. 2-3 ദിവസമായില്ലേ, 4 ദിവസമായി, 5 ദിവസമായി. അപ്പോൾ പോലീസിനൊന്നല്ല ആവശ്യം. പോലീസ് സ്വർണ്ണക്കൊള്ള മറയ്ക്കണം. മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേരളത്തിൽ ഉയരാൻ പാടില്ല. ഈ സ്വർണ്ണക്കൊള്ള ഒളിപ്പിക്കാനുള്ള പോലീസിൻ്റെ ശ്രമം, ഇത്തരം ചോദ്യങ്ങളൊന്നും കേരളത്തിൽ ആരും ചോദിക്കാൻ പാടില്ല എന്നാണ് സർക്കാർ നൽകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. അതിനു വേണ്ടിയാണ് ഇത്തരം കേസുകൾ, അതിനു വേണ്ടിയാണ് ഈ നാടകങ്ങൾ. അല്ലാതെ മറ്റു കാര്യങ്ങൾക്കൊന്നും വേണ്ടിയല്ല ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമായി സ്വർണ്ണക്കൊള്ള കേസ് മറച്ചു വെക്കാനും ആ സ്വർണ്ണക്കള്ളയുമായി ബന്ധപ്പെട്ട മറ്റാരോപണങ്ങൾ മുഖ്യമന്ത്രിയിലേക്ക് എത്താതിരിക്കാനും അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുമാണ് എന്നെ പോലുള്ള ആളുകളെ ഇങ്ങനെ കേസെടുത്ത് വേട്ടയാടാൻ വേണ്ടി പോലീസ് ശ്രമിക്കുന്നത്. സ്വാഭാവികമായും ഇന്ന് താങ്കളോട് ഉയരാൻ പോകുന്നൊരു ചോദ്യം. താങ്കൾ 2 ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട്. ആദ്യത്തെ ഫോട്ടോ താങ്കൾ പിൻവലിച്ചു. അതിൽ അപാകതയുണ്ട് എന്ന് കണ്ടാണ് താങ്കൾ പിൻവലിച്ചതെന്ന് പറയുന്നു. പക്ഷേ അങ്ങനെയൊരു കൃത്രിമത്വം നിറഞ്ഞൊരു ഫോട്ടോ താങ്കൾ പങ്കുവച്ചു എന്നൊരു സംഭവം അവിടെ നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അത് എന്തിന് പങ്കുവച്ചു, അത് എവിടെ നിന്ന് കിട്ടിയെന്ന ചോദ്യം സുബ്രഹ്മണ്യനോട് ചോദിക്കുകയും ചെയ്യും. അത് കൃത്രിമമായ ഫോട്ടോ, അതും ഫോട്ടോ അല്ല. അതിൽ ചില സതുദ്ദേശപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആ ഫോട്ടോ മാറ്റിയത്. അത് കൃത്രിമല്ല. അതും AI ഉപയോഗിച്ച് നമ്മൾ പരിശോധിച്ച് അത് കൃത്രിമമല്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ അതും കൃത്രിമല്ല. പോലീസ് പരിശോധിച്ചോട്ടെ. അത് വ്യാജം എവിടെ നിന്ന് കിട്ടിയെന്നൊരു ചോദ്യം ഉണ്ടാവില്ലേ? അതൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ സോഷ്യൽ മീഡിയയിൽ ഞാൻ നേരത്തെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട വീഡിയോയിൽ നിന്ന് തന്നെ ആളുകൾ സോഷ്യൽ മീഡിയയിലേക്ക് ക്യാപ്ചർ ചെയ്തെടുത്ത ഫോട്ടോ ആണ്. ആ വീഡിയോ തന്നെ ഫുള്ള് മുഖ്യമന്ത്രി വിട്ടിട്ടില്ല പുറത്ത്. ആ ഫുൾ വീഡിയോ വിടട്ടെ. മുഖ്യമന്ത്രി അവിടെ വന്നിറങ്ങുന്നത്, ചടങ്ങുകൾ മുന്നോട്ട് പോകുന്നത്, അവസാനിക്കുന്നത്, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ആവശ്യമുള്ള ഒരു ചെറിയ എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ആ മുഴുവൻ വീഡിയോയും പുറത്ത് വന്നാൽ ഞാൻ പുറത്തുവിട്ട ദൃശ്യങ്ങൾ ആ വീഡിയോയിൽ ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. ആ വീഡിയോയിലുണ്ട്, അത് പുറത്തു വിടട്ടെ. ആദ്യം പങ്കുവെച്ച ഫോട്ടോ, ആ ഫോട്ടോയിൽ പ്രശ്നമുണ്ട് എന്ന് താങ്കൾക്ക് മനസ്സിലാവുന്നത് എപ്പോഴാണ്? അതായത് പങ്കുവെച്ച് കഴിഞ്ഞ് അത് അങ്ങനെ ആളുകളൊക്കെ പറഞ്ഞതിന് ശേഷമാണ്. ഞാൻ സാധാരണ രീതിയിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം നേരിട്ട് ചിലപ്പോൾ നമ്മളായിരിക്കില്ലല്ലോ. എനിക്കൊരു എഡിറ്റർ ഉണ്ട്. ആ എഡിറ്റർ ഇങ്ങനെ ഒരു പടം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നമ്മൾ കൊടുക്കുക. ഞാൻ പറഞ്ഞു കൊടുക്കുക. ആ കൊടുത്ത് ഞാൻ യാത്രയിലായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ഞാൻ നോക്കുന്നത് കുറേ കഴിഞ്ഞപ്പോൾ. എനിക്ക് റേഞ്ചില്ലാത്ത സ്ഥലത്തായിരുന്നു, യാത്രയിലായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് ആ ഫോട്ടോ വേണ്ടാന്ന് ഞാൻ തീരുമാനിക്കുകയാണ്. കൃത്രിമത്തുള്ളത് കൊണ്ടല്ല. ഞാനത് ഒഴിവാക്കി മറ്റത് 2 നിലനിർത്തിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ അത് ഒഴിവാക്കി മറ്റു ഫോട്ടോകൾ നിലനിർത്തുക ചെയ്തു. ഇന്നലെ തന്നെയാണോ മറ്റേ 2ാമത്തെ ഫോട്ടോ അപ്ലോഡ് ചെയ്തത്? അപ്പോൾ തന്നെ ആ സെക്കൻഡ് തന്നെ. ചിത്രമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാം യഥാർത്ഥ ചിത്രമാണെന്ന് ഉറച്ചു. യഥാർത്ഥ ചിത്രമാണോ ആദ്യം? ആദ്യത്വവും യഥാർത്ഥ ചിത്രമാണ്. അതൊന്നും AI ക്രിയേറ്റഡ് അല്ല. പോലീസ് പരിശോധിക്കട്ടെ. അതും നമ്മൾ പരിശോധിച്ചു. ആദ്യത്തത് യഥാർത്ഥ ചിത്രമാണെങ്കിൽ താങ്കൾ അതൊരു ഘട്ടത്തിൽ പിൻവലിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അങ്ങനെയല്ല.
ചില ബോധ്യത്തിൻ്റെ അടിസ്ഥാനം നമ്മൾക്ക് സതുദ്ദേശപരമായി പല ആളുകളും പ്രചരിപ്പിക്കുന്ന എൻ്റെ വാളിൽ ഉണ്ടാകുന്ന പടം ഏതാണെന്ന് എനിക്ക് തീരുമാനിക്കാമല്ലോ, അതുകൊണ്ട് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വാളിൽ നമ്മുടെ പോസ്റ്റ് നമുക്ക് തീരുമാനിക്കാം, പക്ഷെ നമ്മൾ വാളിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നതാണോ, അത് വ്യാജമാണോ, യഥാർത്ഥമാണോ എന്നുള്ളൊരു കാര്യം നമുക്ക് ബോധ്യം വേണം. അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുത്ത ചിത്രമാണെങ്കിൽ പോലും അത് ഞാൻ കാണുന്നതിന് മുമ്പ് ഇട്ടത് കൊണ്ടാണ് ഞാനത് മാറ്റണമെന്ന് പറഞ്ഞിരിക്കുന്നത്. കണ്ടിരുന്നില്ല? അല്ല, ആദ്യം ഞാനത് കണ്ടിട്ടില്ല, അപ്ലോഡ് ചെയ്തതിനു ശേഷമാണ് കണ്ടത്. അപ്പോൾ ഞാനത് മാറ്റാൻ പറഞ്ഞു. രണ്ടാമത്തെ ചിത്രം യഥാർത്ഥ ചിത്രമാണെന്ന് വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. എല്ലാ ചിത്രങ്ങളും യഥാർത്ഥ ചിത്രമാണ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതിപ്പം ഈ മൊബൈൽ ഫോൺ അടക്കം അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. താങ്കളുടെ ഈ ദൃശ്യങ്ങളടങ്ങുന്ന കാര്യങ്ങളൊക്കെ അതിലുള്ളതാണ്. എന്താണ് പോലീസിനോട് ഇന്ന് ആവശ്യപ്പെടാൻ പോകുന്നതിൽ എന്തെങ്കിലും കാര്യം? അല്ല, എന്തിനാണ് എൻ്റെ ഫോൺ വാങ്ങിയതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഫോൺ തിരിച്ചു കിട്ടണം. എന്നെ എന്തിനാണ് രാവിലെ ഇവിടെ വന്ന് കസ്റ്റഡിയിൽ എടുത്തതെന്ന് അറിയുന്നില്ല. ആ കുറ്റത്തിന് ആ FIR അനുസരിച്ച് അങ്ങനെ കസ്റ്റഡി എടുക്കാൻ പോലീസിന് അധികാരമില്ല. പോലീസ് അമിതാധികാരം എന്തിനാണ് ഉപയോഗിക്കുന്നത്? സർക്കാരിന് വേണ്ടി എന്തിനാണ് പോലീസ് ഗുണ്ടാപ്പണി ചെയ്യുന്നത്? ഇതൊരു ഗുണ്ടാപ്പണിയല്ലേ? രാവിലെ ഒരാളെ വീട്ടിൽ വന്നിട്ട് പിടിച്ചുകൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അധോലോക സംഘങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം. അതിനെന്തിനാണ് പോലീസ് ചെയ്യുന്നത്? ആ കാര്യം പോലീസ് വ്യക്തമാക്കട്ടെ. അതാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. കലാപാഹ്വാനത്തിനാണ് കേസ്. ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു എന്നതാണ്. അതോടൊപ്പം നേരത്തെ തന്നെ മൊബൈൽ ഫോൺ അടക്കം അവിടെ വാങ്ങി വെച്ചിരുന്നു. ആ മൊബൈൽ ഫോണിലുള്ള ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് സുബ്രഹ്മണ്യനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. അതോടൊപ്പം അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യം പങ്കുവെച്ച ഫോട്ടോ, രണ്ടാമത് പങ്കുവെച്ച ഫോട്ടോ, താൻ പങ്കുവെച്ചതെല്ലാം യഥാർത്ഥ ചിത്രമാണ് എന്ന വാദത്തിൽ കൂടി അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. ക്യാമറമാൻ വേണുവിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.